ഹലോ, ഇന്നത്തെ ഒരു ഈവനിങ് മിനി വ്ളോഗ് ആട്ടോ. അന്നത്തെ ദിവസം നമുക്ക് റീസ്റ്റോക്കിംഗ് ഡേ ആയിരുന്നു. ആദ്യം തന്നെ നമുക്ക് കുറച്ച് എഗ്ഗ് എല്ലാം വാങ്ങാനുണ്ടായിരുന്നു, അത് വാങ്ങിച്ചു. പിന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെഡ്ഡിങ് കേക്കിന് വേണ്ടിയിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ അതും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പ്രൊഡക്ട്സ് നമ്മുടെ എറണാകുളം ബേക്കേഴ്സിൽ നിന്ന് അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസ്, ബോക്സ്, ക്രീം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആട്ടോ. ഇത് ഞാനൊരു 2-3 വീക്സ് കൂടുമ്പോഴാണ് ഈ സാധനങ്ങളെല്ലാം റീസ്റ്റോക്ക് ചെയ്യാറ്. ക്രീം മാത്രമാണ് നമ്മൾ വീക്ക്ലി റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള പരിപാടിയാണ് ഈ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുക എന്നുള്ളത്. ഈവൻ ദോ എനിക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് എന്ന് അറിയാമെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, വന്ന പ്രൊഡക്ട്സ് അന്ന് തന്നെ എടുത്ത് വെക്കണം, ബില്ലായിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യണം, എന്തെങ്കിലും ക്വാണ്ടിറ്റി കുറവുണ്ടെങ്കിൽ അവരെ അപ്പം തന്നെ ഇൻഫോം ചെയ്യണം എന്നുള്ളത്. നെക്സ്റ്റ് ഡേയിലേക്ക് ആ പ്രോസസ്സ് വെക്കരുതെന്ന്. അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് ഇത് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ വർക്ക് സ്പേസിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഒരു ക്ലീനിങ് അല്ല, ഒരു ഡീപ്പ് ക്ലീനിങ് ആണ് വേണ്ടതെന്ന്. ഞാൻ പയ്യെ അത് തുടങ്ങിയതും എൻ്റെ 2.5 മണിക്കൂറാണ് പോയത്. ലാസ്റ്റ് എനിക്ക് തന്നെ കൺഫ്യൂഷനായി, ഞാൻ ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട് വയ്ക്കും ദൈവമേ എന്നുള്ളൊരു അവസ്ഥയിലായി. പിന്നെ എങ്ങനെയൊക്കെയോ എല്ലാം അറേഞ്ച് ചെയ്തു. മാക്സിമം എല്ലാം വയ്ക്കുന്നിടത്ത് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് അവിടെ ഫുൾ കുറച്ച് പഴകിയ പ്രൊഡക്ട്സും കീറിയ ബേസ് ബോക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സോ അതെല്ലാം എടുത്ത് നമ്മൾ മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ റീസ്റ്റോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ ഒരുവിധം നമ്മൾ ആ മാസത്തുള്ള റീസ്റ്റോക്കിംഗ് സെറ്റ് ചെയ്തിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്